ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്റ്റഫ്ഡ് മാംഗോ കുൽഫി. കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതാക്കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നണില്ലേ? അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് റെഡി ആയിക്കോളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ വേണം. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുത്തോളൂ. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ മേലത്തെ ആ പോർഷൻ ഒന്ന് നമുക്ക് മുറിച്ചു മാറ്റണം. എന്നിട്ട് അത് നീക്കി വെക്കണം, നമുക്കത് ആവശ്യമുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിത് ആ ഉള്ളിലത്തെ ആ സീഡ് ഉണ്ടല്ലോ, മാങ്ങയുടെ സീഡ് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. നന്നായി പഴുത്ത മാങ്ങേൻ്റെ പേരിൽ ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടും. എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കാം. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സീഡ് നീക്കം ചെയ്യാൻ പറ്റും. എന്നിട്ട് സീഡിൻ്റെ ആവശ്യം നമുക്കില്ല, അത് നീക്കി വെച്ചോളൂ, അത് വേണ്ട. ഇനി നമുക്കിത് ആ മാങ്ങ ഇതുപോലെ മൂടി വെച്ചിട്ട് കുറച്ചു നേരം ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടി 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് 1 ഗ്ലാസ് പാലാക്കി മാറ്റണം. നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവം വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 വലിയ ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റോളം ഞാൻ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൗഡർ ചേർത്തോളൂ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ബദാം, ഇത് ബദാമാണ്, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിന് ചൂടാറുന്നതിന് വേണ്ടി നമുക്ക് നീക്കി വെക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതാ നമ്മുടെ മാങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അതിലേക്ക് നമുക്കിതാ ഈ ഫില്ലിങ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് നമുക്ക് വീണ്ടും ഒരു 8 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ കേട്ടോ. 8 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ ഇത് സ്റ്റഫ്ഡ് മാംഗോ കുൽഫി റെഡി ആയിട്ടുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയി തന്നെ റിമൂവ് ചെയ്തെടുക്കാം. സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ മുറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടല്ലേ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. മാങ്ങയുടെ മധുരവും അതുപോലെ തന്നെ ആ ഫില്ലിങ്ങിൻ്റെ മധുരം കൂടി ആവുമ്പോൾ വളരെ നല്ലൊരു കുൽഫി തന്നെയാണ്. സ്റ്റഫ്ഡ് മാംഗോ കുൽഫി എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്തോളൂ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം.
ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിലെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് കേരള ആപ്പം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശൂർ. താങ്ക് യു ജിഷ്മ. അടുത്തത് കേരള ആപ്പം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സാലി സുരേഷ്, ഇരിങ്ങാലക്കുട, തൃശൂർ. താങ്ക് യു സാലി. അടുത്തത് പാലട പ്രഥമൻ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് വാഹിദ ബഷീർ, കരുവന്നൂർ, തൃശൂർ. താങ്ക് യു വാഹിദ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മനുക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.